കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധിയുടെ വിവാഹ കാര്യങ്ങൾ പലപ്പോഴും പല വേദികളിലും ചർച്ചാ വിഷയമാകാറുണ്ട്. എപ്പോഴും ഒഴിഞ്ഞു മാറാറുള്ള രാഹുൽ പക്ഷേ ഇപ്പോൾ ഒരു വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോഴിതാ രാഹുൽ ഒരിക്കൽ കൂടി വിവാഹം സംബന്ധിച്ചുള്ള ചോദ്യത്തെ അഭിമുഖീകരിച്ചിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ തന്റെ ലോക്സഭാ മണ്ഡലമായ റായ്ബറേലിയിൽ ഒരു പൊതുപരിപാടിക്കിടെ രാഹുൽ ഗാന്ധി തന്റെ വിവാഹത്തെ കുറിച്ചുള്ള അന്വേഷണങ്ങളോട് തമാശയായാണ് പ്രതികരിച്ചത്. വോട്ടർമാരുമായുള്ള സംഭാഷണത്തിനിടെ ആൾക്കൂട്ടത്തിൽ നിന്ന് വിവാഹം സംബന്ധിച്ച ചോദ്യം ഉയരുകയായിരുന്നു. എന്നാൽ ഇത് എന്താണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീട് സദസ്സിലുള്ളവരാണ് എപ്പോഴാണ് വിവാഹം എന്നാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുത്തത്. ഇതിന് എനിക്ക് ഉടൻ വിവാഹം കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ചിരിയോടെ നടന്നു പോവുകയായിരുന്നു. AICC ജനറൽ സെക്രട്ടറിയും സഹോദരിയുമായ പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ഈ സമയം സദസ്സിലുണ്ടായിരുന്നു. അതേസമയം കഴിഞ്ഞ വർഷം ജയ്പൂരിലെ മഹാറാണി കോളേജിൽ വിദ്യാർത്ഥിനികളുമായുള്ള സംവാദത്തിനിടെ താൻ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരുന്നു. മിടുക്കനും സുന്ദരനുമായിട്ടും എന്തുകൊണ്ടാണ് വിവാഹം ആലോചിക്കാത്തതെന്നായിരുന്നു ഒരു വിദ്യാർത്ഥി രാഹുലിനോട് ചോദിച്ചത്. ഇതിന് വിവാഹത്തിന് ഇടം നൽകാതെ തന്റെ ജോലിക്കും കോൺഗ്രസ് പാർട്ടിക്കും വേണ്ടി താൻ പൂർണ്ണമായി അർപ്പണബോധമുള്ളവനാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് മറുപടി നൽകിയത്. ഒരിക്കൽ സോണിയാഗാന്ധിയെ സന്ദർശിച്ച ഒരു പറ്റം സ്ത്രീകളും രാഹുലിന്റെ വിവാഹം സംബന്ധിച്ച് ചോദ്യമുയർത്തിയിരുന്നു. ഏതായാലും റായ്ബറേലിയിൽ രാഹുലിന്റെ പ്രചരണം ഗംഭീരമാവുകയാണ്. രാഹുലിനെ കാണാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നും ആദ്യ 3 ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിലേറുമെന്ന് വ്യക്തമായതായും രാഹുൽ ഗാന്ധി പ്രചരണത്തിനിടെ അവകാശപ്പെട്ടു. നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകില്ലെന്നും ഇനിയും അധികാരം കിട്ടിയാൽ BJP ഭരണഘടന ഇല്ലാതാക്കുമെന്നും രാഹുൽ നേരത്തെ പറഞ്ഞിരുന്നു. BJPയുടെ പ്രതീക്ഷ തകർത്ത് ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന്റെ കൊടുങ്കാറ്റാണ് വീശുന്നതെന്നും രാഹുൽ പറഞ്ഞിരുന്നു. 2019 സമാനമായി ഇത്തവണയും രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട്. 2ാം ഘട്ട വോട്ടെടുപ്പ് നടന്ന കേരളത്തിലെ വയനാട്ടിൽ ഇത്തവണയും രാഹുലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇതിനൊപ്പം റായ്ബറേലിയിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. കോൺഗ്രസ് കോട്ടയായ അമേഠിയിലും റായ്ബറേലിയിലും യഥാക്രമം പ്രിയങ്ക ഗാന്ധിയും രാഹുലും മത്സരിച്ചേക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു റായ്ബറേലി. ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കില്ലെന്ന് സോണിയ അറിയിച്ചിരുന്നു. ഇതോടെയാണ് പ്രിയങ്കയുടെ പേര് ഉയർന്നു കേട്ടത്. എന്നാൽ റായ്ബറേലിയിൽ രാഹുലിനെയും അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ KL ശർമ്മയെയുമാണ് കോൺഗ്രസ് തെരഞ്ഞെടുത്തത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം അവസാനിച്ചു. 10 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന 96 മണ്ഡലങ്ങളിലേക്കാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. ആന്ധ്രാപ്രദേശിലും പശ്ചിമ ബംഗാളിലും നടന്ന അക്രമ സംഭവങ്ങളും നിരവധി പ്രദേശങ്ങളിൽ EVM തകരാറുകളുണ്ടെന്ന റിപ്പോർട്ടുകളും പോളിംഗ് പ്രക്രിയയെ സാരമായി തന്നെ ബാധിച്ചു. നിലവിലെ കണക്ക് പ്രകാരം പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്, 75.66%. ഏറ്റവും കുറവ് 35.75% പോളിംഗ് രേഖപ്പെടുത്തിയ ജമ്മു കശ്മീരിലാണ്.